പുരാതന കാലം മുതലേ കേരളത്തിൽ പ്രചുര പ്രചാരം ഉണ്ടായിരുന്ന ഒന്നാണ് കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. ഒരു വർഷം മുഴുവൻ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ടോക്സിനുകൾ അല്ലെങ്കിൽ വിഷാംശങ്ങൾ വെളിയിൽ കളയുക എന്നുള്ളതാണ് ഈ ചികിത്സാക്രമത്തിന്റെ ഉദ്ദേശം. പണ്ടൊക്കെ ടോക്സിനുകൾ ദേഹത്ത് അടിഞ്ഞുകൂടിയിരുന്നത് നമ്മുടെ മെറ്റബോളിക് പ്രോസസ്സ് കൊണ്ടുവരുന്ന ടോക്സിനുകളായിരുന്നു. നമുക്ക് ഏതാണ്ട് 300 കോടി സെല്ലുകളുണ്ട്. ഓരോ സെല്ലുകൾ ശരീരം ആഹാരത്തിൽ നിന്നുണ്ടാക്കുമ്പോഴും അതിൽ ചെറിയ ഡീറേഞ്ച്മെന്റ്സ് ഒക്കെ കാണാം. ആ ചെറിയ ഡീറേഞ്ച്മെന്റ്സ് ആണ് പ്രായമാകുന്നതിന് കാരണമാകുന്നതും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ദോഷങ്ങൾ ഉണ്ടായി അസുഖങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നത്. ഇത്തരം ഉണ്ടായി വരുന്ന പ്രോട്ടീനുകളെ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് കർക്കിടക ചികിത്സയുടെ ഉദ്ദേശം. നമ്മുടെ ശരീരത്തിന് നമ്മുടെ കണ്ണ് പോലെയോ അല്ലെങ്കിൽ കൈരേഖകൾ പോലെയോ വളരെ സിമിലറായ പ്രോട്ടീൻസ് വേണം ഉണ്ടായി വരാൻ. പക്ഷേ ഇത് പലപ്പോഴും ഡീറേഞ്ച്ഡ് ആയി പോകും. അപ്പോൾ ആ ഡീറേഞ്ച്ഡ് ആയി പോകുന്ന പ്രോട്ടീനുകളെ 1001 സെക്കൻഡിലൊക്കെ ശരീരം നശിപ്പിച്ച് കളയും. ആധുനിക കാലത്ത് ഇതല്ലാതെ നമുക്ക് വായുവിൽ നിന്നും വെള്ളത്തിൽ നിന്നും വിഷാംശങ്ങൾ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇത്തരം ടോക്സിനുകളെയും വെളിയിൽ കളയാനായിട്ട് കർക്കിടക ചികിത്സ വളരെ ഫലപ്രദമാണ്. വേദയെ സംബന്ധിച്ചോളം ഒരു 3-4 പാക്കേജസ് ഇതിനായിട്ട് ലഭ്യമാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പാക്കേജ് എടുത്തുകൊണ്ട് ഇത്തരം ഒരു ക്രിയാക്രമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷത്തേക്കുള്ള നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനം ശരിയാക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയുന്ന രീതിയിലേക്ക് ഒരു മോഡ്യൂൾ നമുക്ക് കർക്കിടക ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. കർക്കിടക മാസം മുഴുവൻ തുടർച്ചയായി മഴയായിരിക്കും. ആ മഴ സമയത്ത് ആളുകൾക്ക് വിശ്രമം കിട്ടുന്നതുകൊണ്ടാണ് ഇത്തരം ഒരു ചികിത്സ കർക്കിടകത്തിലേക്ക് ക്രമീകരിച്ചത്. രോഗപ്രതിരോധ ശേഷി ഏറ്റവും കുറഞ്ഞ സമയത്ത് കർക്കിടക ചികിത്സ ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. ഇത്തരം ഒരു ക്രിയാക്രമത്തിന്റെ മുഴുവൻ നിർദ്ദേശങ്ങൾ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വേദഗ്രാമിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്.